അപ്പോൾ നമുക്കൊന്ന് ഒരുങ്ങാം കേട്ടോ. ഇത് ചുമ്മാതെ ഒരു ചെറിയ ഒരു നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം സാമൻ ഇവിടെ ഇരുന്ന് ഓരോന്നൊക്കെ പറയുന്നത് എനിക്ക് ചിരി വരുന്നത്. അപ്പം ആ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ. അപ്പം നമ്മൾ ആദ്യം തേക്കാൻ പോകുന്നത് നമ്മുടെ ഒലയാണ്. ഒലയ്ക്ക് ഇതിൻ്റെ അകത്ത് SPF ഒക്കെ ഉണ്ട്. ഇത് ഞാൻ തല തിരിഞ്ഞാണല്ലോ കാണുന്നത്. ഇനി SPF എന്നാണ് എഴുതിയേക്കുന്നത്. ഈ മഞ്ഞ നിറത്തിൽ 15 SPF 15. അപ്പോൾ നമ്മൾ ഒല ആദ്യം തേക്കും. ഇത് കണ്ടോ, നിറഞ്ഞ ഡപ്പയാണ് ഒലയുടെ. പിന്നെന്നാ, ഒല തേച്ച് നമ്മൾ വൃത്തിയാകുവേ. ഞാനൊന്ന് ഒലയൊന്ന് തേക്കട്ടെ. അപ്പം ഞാൻ നമ്മുടെ ഒല അവിടെ ഇവിടെ എല്ലാം തേച്ച് കേട്ടോ. അതായത് ഇങ്ങനെ 3 ഫിംഗറിലെടുത്ത് വേണം തേക്കാൻ എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ തേക്കുമ്പോഴല്ലോ ഭയങ്കര ഒരുപാടുള്ള പോലെ. പിന്നെ അതുമാതിരി നമ്മൾ അങ്ങ് സിമെൻ്റ് അടിച്ച പോലെ അങ്ങ് ആകത്തില്ല. അങ്ങനെയാണെങ്കിലും ഞാൻ അങ്ങനെ തേക്കത്തില്ല. ഞാനിങ്ങനെ ഡോട്ടിട്ട് ഇങ്ങനെ തേക്കത്തുള്ളൂ കേട്ടോ. ഇപ്പം വെയിലുണ്ട്, പക്ഷേ അങ്ങനെ പണ്ടത്തെ പോലെ അത്ര ചൂടില്ല. എന്നാലും നമ്മൾ ചെറുതായിട്ടൊക്കെ വിയർക്കും. നമ്മൾ തൊട്ടടുത്താവുന്നു, അധികം ദൂരമൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ചുണ്ടൊക്കെ ഇപ്പം തണുപ്പ് തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. അവിടെ ഇവിടെയൊക്കെ ഇത് കണ്ടോ പൊട്ടിയിരിപ്പുണ്ട്. അപ്പോൾ ഇച്ചിരി വാസ്ലിൻ, ഇത് കണ്ടോ, വാസ്ലിൻ പെട്ടണം. ഓക്കെ. ഈ നമ്മളെ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ കണ്ടുകടിച്ചാണ്ട് ലിപ്സ്റ്റിക്സ് എല്ലാം യൂസ് ചെയ്യത്തില്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മാൾസ് ആ ബ്രാൻഡൊക്കെ ഒരുപാട് ഓഫേഴ്സ് ഇല്ലേ? അപ്പം ഈ ഞാൻ വിചാരിച്ച് നമുക്ക് അതൊക്കെ കളേഴ്സൊക്കെ ഷെയ്ഡ്സൊക്കെ ഒരുപാട് നല്ലതാണേ. പക്ഷേ അറിയത്തില്ല ഇത്രയും വില കുറച്ചതൊക്കെ കിട്ടുന്ന ഇതിൻ്റെയൊക്കെ നമ്മൾ കാലക്രമേണ നമ്മുടെ ചുണ്ട് കറുത്ത് പോകുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ എല്ലാവരും നമ്മൾ ഇപ്പം ഈ മറ്റേ ഇതല്ലേ പ്രിഫർ ചെയ്യുന്നത്? ഏതാ, ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതലും മാറ്റായിട്ടുള്ള അങ്ങനെയൊക്കെ. അപ്പം എല്ലാം ഇത് ഒരുപാട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അതിന് നല്ല അത്രയ്ക്ക് എന്തെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ല പിന്നെ അതുപോലെ വില കൂടിയ എന്തെങ്കിലും ബ്രാൻഡ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചുണ്ടൊക്കെ പിന്നെ പതുക്കെ കറുത്ത് പോകുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ഏറ്റവും നല്ലത് വാസ്ലിൻ പോലെ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്തിട്ട് ഇതൊക്കെ പെട്ടെന്ന്, ശരിയാണ് പെട്ടെന്ന് പോകും, എന്നാലും നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഒരു സേഫ്റ്റിക്ക് അതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ആവശ്യമുള്ളപ്പോൾ മാത്രം കഴിവതും ഇതൊക്കെ യൂസ് ചെയ്യുക. ചുമ്മാതെ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഇതൊന്നും എടുത്തിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. സമയം ഇത് മാൾസിൻ്റെ കേട്ടോ. ഇത് മാൾസിൻ്റെ ഇത് എന്നാ അതിൻ്റെ പേര്, ഇത് കണ്ടോ, നല്ലൊരു കളറാണ് ഇത്. ഇപ്പം ഞാൻ ലിപ് ബാം ഇടാതെ ഇടുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും കിടക്കും. അത് ഇപ്പം കഴിച്ചാലും അതിൻ്റെ ആ ഒരു ചുമന്ന നിറം ആ ചുണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ടിൻറ്റ് കണക്ക് കാണും. ഒരു പൗഡർ ഇടുന്ന ഒരു ഫീലാണ് ഇത് ഇടുമ്പോഴത്തേക്കും. സംഭവമൊക്കെ നല്ല, പക്ഷേ ഇത് എല്ലാ ഷെയ്ഡ്സും കാര്യങ്ങളും ലാസ്റ്റിങ്ങും ഒക്കെ ഉണ്ട്. ടിൻറ്റ് എവിടെ കാണുമെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞിരുന്നത് ഇതിന് നമുക്കൊരു വാസ്ലിനോ ലിപ് ബാമോ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് മാൾസിൻ്റെ ആണ്. പണ്ട് ഞാനും കാണിച്ചിട്ടുണ്ട്, ഇത് ഹോള് വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇത് എന്നാ ഇതിൻ്റെ ജാസി ജുമർ എന്നാണ് ഇതിൻ്റെ പേര്. ജാസി ജുമർ 15 ഷെയ്ഡ്. എല്ലാം തല ഇരിഞ്ഞാണ് വരുന്നത്. 15 ഷെയ്ഡ് ജാസി ജുമർ. നല്ലൊരു കളറാണ്, നല്ലൊരു പിങ്ക് കളറാണ്. എല്ലാത്തിൻ്റെയും കൂടെ പോരും. കുറച്ചിട്ടാൽ മതി, ലാസ്റ്റ് ഒരു ടിൻറ്റ് നിൽക്കും. പക്ഷേ ലിപ് ബാം ഇട്ടിട്ട് കഴിയുമ്പോഴത്തേക്കും അത് ചെറിയ അത്രയും കൂടെ നിൽക്കത്തില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും മതി മത്തി ഷോപ്പിങ്ങിന് പോകാനായിട്ട്. മത്തി ഷോപ്പിംഗ്. പിന്നെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് കണ്ണും കൂടെ ഒന്ന് എഴുതാം. ഇത് ആക്ച്വലി ഐബ്രോ പെൻസിലാണേ. നമുക്ക് ഐബ്രോ വരയ്ക്കാം. ഞാനിത് വരച്ചു കഴിഞ്ഞാൽ ഇത് അത്ര പെർഫെക്റ്റ് ഒന്നും ആകത്തില്ല. ഞാൻ അത്രയും പുരോഗമിച്ചിട്ടില്ല. എനിക്ക് മാത്രമല്ല, ഇങ്ങനെ ഈ ക്യാമറയ്ക്കകത്ത് നോക്കി വരയ്ക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഇത്തവണ ഞാൻ ത്രെഡ് ചെയ്തപ്പോൾ എൻ്റെ എടുത്ത ഒരു സ്ത്രീ എടുത്തത് ഭയങ്കര കുളവായി. ഞാൻ രണ്ടാമത് ചെന്ന് തല്ല് പിടിച്ചിട്ട് ആ പാർലറുകാർ പിന്നെ ഒന്ന് നേരെയാക്കി തന്നെ. അവർ തന്നെ പറഞ്ഞു ഇതെന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവർ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ എടുത്താന്ന് പറഞ്ഞു. എനിവേ ഇത് ഒരു ഐബ്രോ പെൻസിലാണേ, ഡാർക്ക് ബ്രൗൺ. ഇത് തന്നെ ക്രിസ്റ്റീന റോക്ക എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇവിടുന്ന് മേടിച്ച. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് കണ്ണെഴുതാം. ഒത്തിരി എഴുത്തൊന്നും ഇല്ല, ചുമ്മാ ഇവിടെ താഴെ വരെയപ്പോൾ അല്ലേ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഇതൊക്കെ ഇപ്പം നമ്മളിങ്ങനെയൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമുക്ക് എപ്പോഴും യാത്ര, ഓഫീസിൽ പോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ എടുത്ത് യൂസ് ചെയ്യുക. ചില സമയത്ത് ഞാനിങ്ങനെ നല്ല ഷെയ്ഡാണ്, ഭയങ്കര വൈറൽ ഷെയ്ഡ്, അത് മേടിക്കുക ഇത് മേടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കാണത്തില്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഭയങ്കര ആ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് നമുക്കത് മേടിക്കണം എന്ന് ഭയങ്കര. പിന്നെ വിചാരിക്കും നമ്മൾ ഇട്ടുകൊണ്ട് ഇത് എവിടെ പോകാനായിട്ടാണ്, ഇട്ടുകൊണ്ട് എവിടെ പോകാനായിട്ടെന്ന് മാത്രമല്ല, ഇത് നമ്മുടെ ഇത്രയും ഭാഗത്ത് ഇത്തിരി പോണ ചുണ്ടയിൽ നമുക്ക് എന്തോരം ഇടാൻ പറ്റും. അപ്പോൾ എന്തോരം മേടിച്ച് വെച്ചാലും എന്നാ പറയുന്നത്,
നമുക്കത് അത്രയ്ക്ക് യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ ബിഗ് ബോസിലൊക്കെ ആദ്യം അവർ എഴുന്നേറ്റ ഉടനെ ഈ ലിപ്സ്റ്റിക്കല്ലേ ഇടുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ എഴുന്നേറ്റ ഉടനെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നല്ലേ എന്നെപ്പോഴും നമ്മളിങ്ങനെ സീരിയലിലൊക്കെ പോലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരെണ്ണം തീർന്നു കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല, എൻ്റെ കയ്യിലും ഉണ്ട്, ഒരു 5 കുറേ എണ്ണം ഉണ്ട്. പക്ഷേ ഞാനും വിചാരിച്ചു എന്തോ കാര്യത്തിൽ ഇതെല്ലാം മേടിച്ച് വെച്ചേക്കുന്നത് ഇങ്ങനെ എപ്പോഴേലും പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യം കണ്ട് താഴോട്ട് ഇറങ്ങുമ്പോഴും ഇവൻ ഫാമിലിനെ ചിലപ്പോൾ സ്കൂളിലോട്ട് വിടാൻ ഇറങ്ങുമ്പോഴും ഒക്കെ എടുത്ത് ഇടും. കാരണം ഇതൊക്കെ വെറുതെ ഇരുന്ന് പോകുമല്ലേ, നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ പിന്നെ ആർക്കറിയാം, കൊടുക്കാനെല്ലാം പറ്റുമോ. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കുക, നിങ്ങളല്ലേ നല്ലതായിട്ട് ഉപയോഗിക്കുമെങ്കിൽ മേടിക്കുക. പിന്നെ എന്നാ പറയുന്നത്, അല്ലെ പിന്നെ നിങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടെങ്കിൽ മേടിക്കുക. ചുമ്മാ നമുക്ക് ക്രൈസാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേസ്റ്റാണ്. ശരി കണ്ടോ, ദേ ഈ മത്തിയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. വിത്തൗട്ട് ക്ലീനിങ് 5 ദിറംസിന് കിട്ടുമെന്ന്. കുറേ നാളായി മത്തിയൊക്കെ ഇങ്ങനെ ബിഗ് ഇത്രയും ഓഫറിലൊക്കെ വന്നിട്ടേ. അപ്പോൾ അതെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. കേട്ടോ, സാമുവലിന് പാലെടുത്ത് വെച്ചിട്ടിരിക്കുന്ന കേട്ടോ. സാമുവൽ ഇത് ഇനി 6 തണുത്ത് മരച്ച് ഈ പാല് തിരിച്ച് ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത പോലെ ആകുമ്പോഴത്തേക്കേ ഇത് കുടിക്കത്തുള്ളൂ. ഇനി വേഗം കുടിക്കും സാമുവലെ, പോകാം വാ. അങ്ങോട്ട് പോകും, നമ്മളെ കാണാമോ? ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ നമ്മളെവിടെ പോകുന്നത്, ആംബർ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ആംബർ ഹൈപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ രണ്ടുപേരുടെ പോയി മത്തി മേടിച്ചോണ്ട് വരാം. മത്തി കിട്ടുമെന്ന് അറിയത്തില്ല. ഇപ്പൊ ഈ ചെറുക്കൻ എത്ര നേരം അവിടെ കുത്തിയിരിക്കുകയായിരുന്നു. 10:45 ചെല്ലുമ്പോൾ അറിയാം ഇടിയായിരിക്കും. മതി. വെയിലില്ലെന്നും പറഞ്ഞുകൊണ്ട് വെളിയിൽ ഇറങ്ങിയിട്ട് കട്ട വെയില, കൊടയില്ല, വടിയില്ലതേ കേട്ടോ. മുടി വീവാതെ തല പിടിച്ച് ഇങ്ങനെ ഉരച്ച് വെച്ചിട്ട് എന്നത്തിനാ. ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് അടുത്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾ വളരെ പതുക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം പതുക്കെ പോയാൽ മതി, ചെന്നിട്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആംബർ സൂപ്പർ മാർക്കറ്റ്. ഇത് പുതിയതൊരെണ്ണം ഷാർജ അൽനേദ തുടങ്ങിയതാണ്. അവിടെ ആയിരുന്നു ഞങ്ങളുടെ ഷോപ്പിംഗ്. അപ്പം വേണ്ടേ, നമ്മൾ പോയിട്ട് വന്നു, നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ മേടിച്ചു. വേണ്ടേ, പിന്നെ അവിടെ ചെന്നപ്പോഴേ നല്ല ഇത് ഉദ്ദേശിച്ചല്ലായിരുന്നു കേട്ടോ. ഇത് ചേമ്പാണ്, ചേമ്പിരിപ്പുണ്ടായിരുന്നു. ചേമ്പിന് 3.99 ഉള്ളായിരുന്നു കിലോയ്ക്ക്. അപ്പം നല്ല മുഴുത്ത ചേമ്പ്. ഇപ്പം ചേമ്പിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ പുഴുങ്ങി തിന്നാനായിട്ട് നല്ലതാണ്, നല്ല കപ്പയൊക്കെ പുഴുങ്ങി തിന്നുന്ന പോലെ. പിന്നെ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ കാണിക്കാമല്ലോ നമ്മുടെ ബ്രെഡിൻ്റെ അവിടെ വെച്ചോ. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഞാൻ അത്യാവശ്യം ഒന്ന് വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാകും ഞാനിപ്പോൾ ഒന്നും കഴിക്കാതെയാണ്. അല്ല, എൻ്റെ വെയിറ്റ് കുറയ്ക്കലിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഭക്ഷണം ഇതാണ്, ഈ മധുരക്കിഴങ്ങാണ്. അത് നമ്മൾ ചോറുണ്ണുന്നതിന് പകരം ഈ മധുരക്കിഴങ്ങും മറ്റ് കറികളും കൂടെ കഴിച്ചാണ് കൂടുതലായിട്ട് ഈ വെയിറ്റൊക്കെ കുറഞ്ഞത്. പിന്നെ സാമയിലൂട്ടൻ കൂടെ വന്നല്ലോ, അപ്പോൾ ഉറപ്പായിട്ട് എന്തെങ്കിലും ഒന്നും എടുക്കാതെ പറ്റത്തില്ലല്ലോ. വേണ്ടേ, ഗുലാബ് ജാമുൻ. പുള്ളിക്ക് ഇതില്ലാതെ പോരാൻ പറ്റത്തില്ല. അങ്ങനെ വേണ്ടേ, ഇതിൻ്റെ അകത്ത് 5-6 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പുള്ളി എടുത്തതാണ് ഗുലാബ് ജാമുൻ. പിന്നെ നമ്മൾ പോയത് എന്തിനാണ്, മത്തി. നല്ല മത്തിയും കിട്ടി. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ. ഇത് നമുക്ക് 1 കിലോയ്ക്ക് 5 ദിറംസ്. പക്ഷേ ക്ലീനിങ് ഇല്ല. നമ്മളിപ്പോൾ 1 കിലോ 250 ഗ്രാമും കൂടി ഉണ്ട്. 6.39 ഞാൻ ഇത് ചട്ടിക്കകത്തിട്ട് കാണിക്കാം കേട്ടോ. ശ്രദ്ധയായിട്ട് നമ്മുടെ മത്തി ഇപ്പം മേടിച്ചുകൊണ്ട് വന്ന മത്തിയാണേ, കണ്ടോ. ഇതേട്ടെ, ഇത്രയുണ്ട്. ഇതെല്ലാം നമുക്കിനിയും വെട്ടി ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കണം. അരച്ച് വരട്ടിയും വെക്കാൻ, എനിക്കൊന്ന് കറിയും വെക്കാനായിട്ടുള്ളതുണ്ടെന്ന് തോന്നുന്നല്ലേ. 2 നേരത്തേക്കുള്ള മത്തിയുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ ക്ലീനിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മൾ മേടിച്ച മത്തിയുടെ പകുതി ഞാൻ അരച്ച് വരട്ടി, പകുതി പാത്രത്തിൽ ചട്ടി കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. നല്ല സൂപ്പർ മീൻകറി, കുടംപുളിയൊക്കെ ഇട്ടെ. പക്ഷേ മീനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി അപ്പച്ചെമ്പിൻ്റെ അകത്ത് വെച്ച് ചൂടാക്കി ആവി കയറ്റിയെടുത്ത് കേട്ടോ. ഇത് ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട് ബിരിയാണിയുടെ. അപ്പം ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഇത് കഴിക്കും. ഇതാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം. നമ്മുടെ ബിരിയാണിയുടെ മിച്ചം ഇച്ചിരി. അപ്പം ചിക്കൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മുട്ട ഒരെണ്ണം ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. അതിൻ്റെ അകത്ത് ഇച്ചിരി കെച്ചപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി തൈര്, നാരങ്ങാച്ചാറ്, പിന്നെ പരിപ്പ് കറി കേട്ടോ. അപ്പോൾ ഇതാണ്. ഇനി വിശന്ന് കഴിഞ്ഞാൽ ഞാൻ പഴം കഴിക്കും, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ കഴിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇത് കഴിക്കട്ടെ. പരിപ്പ് കറി, പ്രോട്ടീൻ. എനിക്ക് പരിപ്പ് കറി ഇഷ്ടമാണ്, എല്ലാത്തിനെയും കൂടെ ഇഷ്ടമാണ്.
ചോറിൻ്റെ കൂടെ ഇഷ്ടമാണ്. ചപ്പാത്തി. ഇത് കടലപ്പരിപ്പാണ്, മറ്റേ തോരപ്പരിപ്പല്ല. എല്ലാ പരിപ്പും ഇഷ്ടമാണ്, നല്ലതാണ്. നമ്മൾ ഇച്ചിരി ഡയറ്റൊക്കെ ചെയ്യുമ്പം പരിപ്പും പയറും പിന്നെ മുട്ട ഇതൊക്കെ കൂടുതൽ കഴിക്കണം. പിന്നെ എൻ്റെ പാത്രം ഇന്ന് വെള്ള പ്ലേറ്റാണ്. ഇച്ചിരി ബിരിയാണി അരിയേ ഉള്ളൂ, അത് ബിരിയാണി റൈസേ ഉള്ളൂ. ഇന്നലത്തെ കഴിഞ്ഞ് ടേസ്റ്റ് ഇന്നാ വ്യത്യാസമാണെന്ന് തോന്നുന്നു, എല്ലാ മസാലയൊക്കെ പിടിക്കുമ്പോഴും. അല്ല, സ്ക്രാമ്പിൾഡ് എഗ്സ് അങ്ങനെ ചൂടില്ല, കുറഞ്ഞതേ ഉണ്ടാക്കി വെച്ചിട്ട്, അതാ ചൂടോടെ കഴിക്കണം. പിന്നെ ഈ മുട്ട ഉണ്ടോ, പല തരത്തിലും മുട്ട കിട്ടും. ഇത് ലാർജാണ്, അൽസൈ എന്നും പറഞ്ഞൊരു കമ്പനിയുടെ നല്ല മുട്ട കിട്ടും, നല്ല മുഴുത്ത മുട്ടയാണ്. ലാർജ് ആണെങ്കിലും ചില കമ്പനിയുടെ എക്സലിൻ്റെ ഒക്കെ വലുപ്പമുണ്ട്. മുട്ട ഇന്ന് ഓരോന്നോ രണ്ടെണ്ണോ ഒക്കെ കഴിച്ചാലും ഒരു കുഴപ്പമില്ല. പണ്ടൊക്കെ പറയുന്നത് കൊളസ്ട്രോൾ വരുമെന്ന്, ഇപ്പം അങ്ങനെ ആരും പറഞ്ഞു കേൾക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക്, എല്ലാവർക്കും അല്ല, താല്പര്യമുള്ളവർക്ക്. നമ്മളാരും ഒന്നും നിർബന്ധിക്കാൻ പാടില്ല. ബാന്ന് കഴിക്കട്ടെ. 1:30 എന്തേ ആണോ? എന്തേണ്ടേ, നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞു. നമ്മൾ മുമ്പേ മേടിച്ചോണ്ട് വന്ന നല്ല ഗുലാബ് ജാം കണ്ടാ പാനി ഒരിക്കുന്നു. അതും കൂടെ കഴിച്ച് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നല്ല ഇച്ചിരി നമുക്കിങ്ങനെ പാനി ഇടയ്ക്കിടയ്ക്ക് മുക്കാം. ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.